ശിശുപാലന്റെ ചീത്തവിളി രാജസൂയത്തിന്റെ സമയത്തുള്ളതിനെ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ നിന്ദാസ്തുതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ചീത്ത വിളിച്ച് സ്തുതിക്കുക, അവളെ ചീത്ത വിളിക്കുക. അപ്പം ഭരണിപ്പാട്ടിൽ എന്താ ചെയ്യണം? ചീത്ത വിളിച്ച് സ്തുതിക്കുക. പ്രമാണമുള്ളതാണ് ഭരണിപ്പാട്ടിന്. കാളിയെ പറഞ്ഞയക്കുമ്പോൾ ഉദ്വസിക്കുന്ന സമയത്ത് മുതിർന്നവര് അസഭ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനെന്നാ പറഞ്ഞിരിക്കണം. അപ്പൊ അതിനൊരു കാരണമുണ്ട്, വാക്കിനൊരു ശക്തിയുണ്ട്. രൗദ്ര സ്വഭാവമുള്ള സഭ്യതയല്ലാത്ത രൂക്ഷമായ വാക്കുകളെ കൊണ്ടുള്ള ദേവതയെ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞേക്കാം. അതിൽ പ്രമാണ ശ്ലോകമുണ്ട്. പ്രമാണമില്ലാത്ത ഒന്നുമില്ല ഇവിടെ ചുമ്മാരും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, എല്ലാറ്റിനും പ്രമാണമുണ്ട്. അതേപോലെ തന്നെ ശിശുപാലൻ ഭഗവാനെ അങ്ങോട്ട് നിർത്തി പോരിക്കണ മാതിരിയല്ലേ. ഭഗവാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് വ്യാസമഹർഷിയുടെ ഒരു എഴുത്തുണ്ട്, ഗുഹയുടെ പുറത്ത് കുറുനരി കടന്നിട്ട് ഓളിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാതെ, അപ്പോ സിംഹം ഇങ്ങനെ ഇരിക്കുക കേട്ടോണ്ട്. ഈ അതുമാതിരി സിംഹാസനത്തിൽ ഇങ്ങനെ നിലത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷെ ആ 100 ചീത്ത കഴിഞ്ഞപ്പോൾ എണീച്ചങ്ങട്. അതാണ് ആ രംഗം അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതിലും എത്ര ഭയാനക രംഗത്ത് പോലും ഒരു പോസിറ്റിവിറ്റിയാണ് ഭാഗവതത്തിൽ.